എൻ്റെ ദൈവമാതാവ് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നു. ഞാൻ ഒരിക്കലും ഇത് യോഗ്യയല്ല. എൻ്റെ ദൈവകുമാരനും എൻ്റെ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. വിത്തിൻ 6 മന്തിനുള്ളിൽ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ മാതാവ് മുന്നേ നിർത്തി എനിക്ക് നടത്തി തന്നു. അതിനിടയിൽ ഒരുപാട് തടസ്സങ്ങൾ വന്നായിരുന്നു. പക്ഷേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെ കാര്യങ്ങൾ 6 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് കുടുംബമായിട്ട് തന്നെ കാനഡയ്ക്ക് പോകാൻ പറ്റി. ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തതിന് പുതുക്കിയതിന് ശേഷമാണ് ഞാൻ കാനഡയ്ക്ക് പോയത്. ഉടമ്പടി ഇരിക്കുമ്പം തന്നെ ഞങ്ങൾക്ക് PR കിട്ടി. അതുപോലെ തന്നെ ഞാൻ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ടാണ് കാനഡയിലേക്ക് പോയത്. പക്ഷേ അവിടെ രജിസ്ട്രേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ NCLEX-RN എന്നൊരു എക്സാമുണ്ട്. നേഴ്സുമാർക്ക് അറിയാം. NCLEX-RN വലിയൊരു എക്സാമാണ്. ആ കടമ്പ കടക്കുക എന്ന് വെച്ചാൽ ഇച്ചിരി ടഫാണ്. ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ. എനിക്കൊരു കഴിവുമില്ല. എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്ന് എനിക്കെല്ലാം പഠിപ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. 8 മാസം ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം അമ്മയെ മുറുകെ പിടിച്ച് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. ഓരോ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷമാണ് അതിൻ്റെ ആൻസർ കൊടുത്തത്. 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. 5-6 തവണ എഴുതിയാലും കിട്ടാത്തൊരു എക്സാം എന്നെ പോലെ ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഫസ്റ്റ് ടൈം തന്നെ കിട്ടുക എന്ന് വെച്ചാൽ അതെൻ്റെ മാതാവ് എനിക്ക് സഹായിച്ചു തന്നതാണ്. അതിലൊരു 1% പോലും എൻ്റെ കഴിവില്ല. എൻ്റെ ദൈവത്തിൻ്റെ കൃപ, എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് അത് സഹായിച്ചു തന്നത്.